നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ അനുഗ്രഹം, എല്ലാവരും ഇതിന് ഒത്താശ നിൽക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തു വേണം? കായികകളിൽ പ്രധാനമായിട്ടുള്ള സാധനങ്ങളും നിങ്ങൾ മാറ്റിവെക്കണം. ഈ വ്രതം അവസാനിക്കുന്നത് എന്ന വൃശ്ചിക മാസത്തിലാണെന്ന് പറഞ്ഞു. ഉത്ഥാനദ്വാദശി കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര പേരുകളാണ് നമുക്ക്! അക്ഷയതൃതീയ, അക്ഷയതൃതീയ, അഷ്ടമി രോഹിണി, എന്തൊക്കെയാണ് നമുക്ക് പേര്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഒക്കെ നമുക്ക് പ്രകൃതിയോട് ബന്ധപ്പെട്ടതാണ്. അമാവാസി ചന്ദ്രനെ ചൊല്ലി, പൗർണമി ചന്ദ്രനെ ചൊല്ലി, ഉദയാസ്തമനങ്ങൾ സൂര്യനെ ചൊല്ലി, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നതിനെ ചൊല്ലിയാണ് ആഴ്ചകളും പക്ഷങ്ങളും മാസങ്ങളും ഒക്കെ. അതിൽപ്പെട്ടതാണ് ചാതുർമാസ്യം. അപ്പോൾ ഉത്ഥാനദ്വാദശി 12-ാം നാൾ ശുക്ലപക്ഷത്തിലെ അന്നാണ് ഈ വ്രതം സമാപിക്കുക. സ്ത്രീകൾക്കും ഈ വ്രതം അനുഷ്ഠിക്കാം. ഇതിൻ്റെ ഫലം ഐഹികം, ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഐഹിക ജീവിതം സുഭഗമാക്കാനും പാരത്രികമായി പരലോകങ്ങളിൽ നമുക്ക് നേട്ടം മരിച്ചു പോയാലും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്താ ഇവിടെ 3 ചാതുർമാസ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതോടനുബന്ധിച്ച് 4 വ്രതങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകിച്ചും ഉള്ളതാണിത് ചാതുർമാസ്യം. അതിന് ഇന്നതെങ്കിലും ചെയ്യുക, 3 ചെയ്തില്ലെങ്കിലും 1 ചെയ്യുക. ഇനി സന്യാസിമാർക്കുള്ള ചാതുർമാസ്യമാണ് ഇവിടെ കൂടുതലും പ്രചാരം. വളരെ കൊല്ലങ്ങൾ മുൻപ് നാരായണാശ്രമ തപോവനം ഇവിടെ സ്ഥാപിച്ചത് 1963 എൻ്റെ ഓർമ്മ. അതിന് മുൻപും അതിന് ശേഷവും ഇവിടെ ഒരു മാതാജി സുലഭാദേവി ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ശിഷ്യയാണ്. അവർ എപ്പോഴും ഈ ഗുരുപൂർണിമ ആചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ 63 മുതൽക്ക് ഈ നാരായണാശ്രമ തപോവനത്തിൽ ആചരിച്ചു വന്നു. ഒരു കാലത്തും അത് വിട്ടിട്ടില്ല. വളരെ ചുരുക്കം പേരെ ഇവിടെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ആരും ഉണ്ടായില്ല എന്നും വരാം. ആ ആചരണം അനുഷ്ഠാനം വിട്ടിട്ടില്ല. കുറേശ്ശെയായി ഞാനിവിടെ പല സന്ദർഭങ്ങളിലും പൊതുജനങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ സമാജത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ആപദ്ധർമ്മം എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം പരാജയപ്പെട്ടു അല്ലെങ്കിൽ ക്ഷീണിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ ക്ഷീണിച്ച് നമ്മുടെ സമാജത്തിന് ദുർബലമാക്കി വിടാൻ പറ്റില്ലല്ലോ, ഞാനൊന്ന് പുറപ്പെടാം എന്ന് പറഞ്ഞ് പുറപ്പെട്ട് എല്ലാവരെയും അറിയിച്ച് പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഭൂമാനന്ദ സ്വാമിജി ഇവിടെ ഉണ്ടെന്ന് കുറേ ആൾക്കാർ മനസ്സിലാക്കിയത്. അന്ന് പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിലൊക്കെ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞു, നമ്മുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രഹ്മവിദ്യാ പ്രചാരണത്തിലേക്ക് മടങ്ങി വന്നു. ഞങ്ങൾ സന്യാസിമാരങ്ങനെയാണല്ലോ. വാൽമീകിയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ സീതയെ നോക്കി, അല്ലെങ്കിൽ സീതയെ എൻ്റെ അടുത്ത് തരുമെന്നൊന്നും പറഞ്ഞ് വാൽമീകി മഹർഷി പോയിട്ടുണ്ടാവില്ല, കണ്ണു മഹർഷിയും പോയിട്ടുണ്ടാവില്ല. സമാജത്തിന് ഒരു ആപത്ഘട്ടം വന്നു എന്ന് കേട്ടപ്പോൾ എന്ത് നമ്മുടെ സമാജം ഇത്ര ദുർബലമാണെന്നോ? അതിൻ്റെ ബലം അറിഞ്ഞവരാരുണ്ട്? അതിൻ്റെ മുൻപിൽ നിൽക്കാൻ സൂര്യ ചന്ദ്രാദികൾ കൂടി സാധിക്കില്ല. അത്ര ബലിഷ്ഠമാണ് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും. നാം ഗായത്രി ജപിക്കുമ്പോൾ എന്താ ജപിക്കുന്നത്? സ്വാത്മഭൂതമായിരിക്കുന്ന പ്രകാശം എൻ്റെ ബുദ്ധിയെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധികളെ വേണ്ടതുപോലെ പ്രശോഭിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അപ്പം എന്ത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന ഒരു ചോദ്യം ഒരു സനാതന ധർമ്മിഷ്ഠനില്ല. എന്ത് പ്രതിസന്ധി വന്നാലും ഈ പ്രതിസന്ധി അണയ്ക്കുന്നത് പ്രകൃതി, അതിന് പരിഹാരം കാണുന്നതും പ്രകൃതിയാണ്. അപ്പം ആ പ്രകൃതിയുടെ ഇരുവശങ്ങളും കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. അതിൽ കുറച്ച് പേരെങ്കിലും ഈ രാജ്യത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഗുരുപൂർണിമ ഉണ്ടെന്ന് കേട്ടപ്പോൾ പത്രക്കാരും ബാക്കിയുള്ളവരും വന്ന് അത് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഗുരുപൂർണിമ ഒരു പ്രചാരം വന്ന പോലെയായി ഒരു കേരളത്തിൽ നിന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? അവർക്കാണത് വളരെ വിശേഷം. ഈ ഗുരുപൂർണിമ എന്ന് പറയാൻ എന്താ കാരണം? ആ പൗർണമി പൂർണ്ണമായിട്ടും ഗുരുദിനമാണ്. എന്തു ഗുരുദിനം? അധ്യാത്മ ഗുരുദിനം. ഒരു ഗുരുവിൽ നിന്നല്ലാതെ നമുക്ക് ഒരു വിദ്യയും പഠിക്കാനോ പരിശീലിക്കാനോ സാധിക്കില്ല. സ്വയം ഒരു അക്ഷരമാല ഉണ്ടാക്കി തീർത്ത് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ ആരും പഠിക്കുകയുണ്ടാവില്ല. ഇന്നേ വരെ ഉള്ള അക്ഷരമാല, എന്നോ അക്ഷരമാലയില്ലാത്ത ഭാഷകൾ ഇപ്പോഴും ഉണ്ട്, എഴുത്തില്ലാത്ത ഭാഷകൾ. അപ്പോൾ വളരെ കാലം എടുത്തിട്ടാണ് നമുക്ക് അക്ഷരമാല ഉണ്ടായത്. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് 10 കണക്കിനും 100 കണക്കിനും 1000 കണക്കിനുമായിട്ട് പദങ്ങൾ ഉണ്ടായത്. ആ പദങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ആശയപ്രകടനം നടന്നത്. ആ ആശയപ്രകടനത്തിൽ കാര്യമായിട്ടൊരു മാറ്റം വന്നതാണ് ഗദ്യസാഹിത്യം, പദ്യസാഹിത്യം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ പദ്യസാഹിത്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. വേദകാലം മുതൽക്ക് തന്നെ ഉപനിഷത്തുകളും പല മന്ത്രങ്ങളും കാവ്യരൂപത്തിലാണ് ഇവിടെ.
ആ കാവ്യരൂപത്തിൽ എല്ലാ സയൻസും എല്ലാ ബ്രാഞ്ചസും നാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചരിത്രമാണെങ്കിൽ ചരിത്രം, കണക്കാണെങ്കിൽ കണക്ക്, ഭൂമിശാസ്ത്രമാണെങ്കിൽ ഭൂമിശാസ്ത്രം, ആരോഗ്യശാസ്ത്രമാണെങ്കിൽ അത്, ജ്യോതിഷമാണെങ്കിൽ അത്, ലിറ്ററേച്ചറാണെങ്കിൽ അത്, എല്ലാം തന്നെ സാഹിത്യം ഇവിടെ എഴുതിയിട്ടുള്ളത് കാവ്യരൂപത്തിലാണ്. എന്തുകൊണ്ടാണ്? ഓർമ്മ വയ്ക്കാൻ, കാണാപ്പാഠം പഠിക്കാൻ. നമ്മുടെ ഗ്രാമർ അടക്കം കാവ്യ. ആദ്യമായിട്ട് സംസ്കൃത ഭാഷ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അമരകോശം പഠിക്കൂ എന്നാ പറയുക. അമരകോശം. നമ്മുടെ വിഭക്തിയെ പറ്റി പറയുമ്പോൾ എന്താ പറയുക? അതെന്നു പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയക്കതിനെ പുനഃ തൃതീയാഹേതുവായി കൊണ്ടാലോലൂടേതി ചക്രമാത് ആയിക്കൊണ്ടു ചതുർത്ഥീച സർവത്ര പരികീർത്തിത അതിങ്കൽ നിന്നു പൊയ്ക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടേ ഷഷ്ടിക്കതിൻ്റെ വെച്ചുമെന്നവി അതിങ്കൽ അതിൽ വെച്ചെന്ന് വിഷയം സപ്തമീ മഥ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിഭക്തി പഠിച്ചിരിക്കുന്നത്. അതും കാവ്യ, ഒക്കെ കാവ്യ നമുക്ക്. അങ്ങനെ ആ കാവ്യ സാഹിത്യത്തിൽ നാം എക്സലൻസ് എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി വളരെ അതിശയാവഹമായിരിക്കുന്ന നൈപുണ്യം സമ്പാദിച്ചവരാണ്. ഇതൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഗുരുശിഷ്യ ബന്ധം കൊണ്ടാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വിദ്യയിലെ അവസാനത്തെ വാക്കാണ്. നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് അധ്യാപകരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കണു. എന്തിനാ? നിങ്ങൾക്ക് ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. നടക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് വിദ്യ വരണം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിൽ കൊണ്ടുപോയി മുളയ്ക്കണം. അവിടെ അച്ഛനും അമ്മയും ഒന്നും നുഴഞ്ഞു ചെല്ലരുത്. അതിൻ്റെ അന്തരീക്ഷം അവിടുത്തെ അധ്യാപകന്മാർ ഭരിച്ചോട്ടെ. നിങ്ങളാരും ചെല്ലണ്ട. കുട്ടികളെ പറഞ്ഞയക്കുക. അവരെല്ലാവരും കൂടി പിടിച്ചിരുത്തും. കാലത്ത് ചെന്നാൽ 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, വൈകുന്നേരം 4 മണി വരെ പഠിപ്പിച്ച് അവർ പറഞ്ഞയക്കും. അങ്ങനെ അവരുടെ ബ്രഹ്മചര്യ കാലം മുഴുവനും വിദ്യയിൽ പരിപൂർണമായി വിനിയോഗിപ്പിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഗുരു ഇല്ലാതെ ഒന്നും നടക്കില്ല. ആ ഗുരു 2 തരത്തിലാണ്. ബാഹ്യവും ഐന്ദ്രിയവും ഭൗതികവുമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകുന്നവരാണ് അധ്യാപകന്മാർ. ആ അധ്യാപകന്മാരെയൊക്കെ ഗവൺമെൻറ് ശമ്പളം കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. പഴയ കാലത്ത് അധ്യാപകന്മാരെ കിട്ടാൻ വിഷമാണ്, ആരും അതിന് പോവില്ല. ഇന്നോ മേക്കാണം കെട്ടിയിട്ടാണ്. ഒരു അധ്യാപകൻ്റെ ജോലി കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിനാണ് കോഴ. കേൾക്കണുണ്ടോ ആവോ നിങ്ങൾ? അധ്യാപകനെ വയ്ക്കാൻ അധ്യാപകൻ അങ്ങോട്ട് കോഴ കൊടുക്കുക. എന്തിന്? നമ്മുടെ ഗുരുവായൂരടക്കം മേശാന്തിമാർ പലരെയും സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ. സർവ്വദിക്കലും ഉണ്ട് മേശയുടെ അടിയിൽ കൂടി ചില ഏർപ്പാടുകൾ. ആർക്കും കാണാൻ പറ്റില്ല. എത്ര ദിവ്യ മേഖലയിലും നുഴഞ്ഞു ചെന്നിരിക്കുകയാണ് അഴിമതി എന്ന് പറയുന്നത്. മനുഷ്യർക്കൊരു നാണമില്ല, ഒരു ലജ്ജയില്ല, ഒരു കൂസലില്ല. എന്താ അതിന് കാരണം? അജ്ഞാനം, വ്യാമോഹം. പരമപുണ്യമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഒരാളെ വിളിക്കണു. ആ ആളെ ഉദ്യോഗത്തിന് വയ്ക്കുമ്പോൾ മേശയുടെ അടിക്കൂടി ചില ഭാഷയുണ്ടത്രേ, ചില വ്യവഹാരം. ആ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന മഹാപാപത്തിൻ്റെ കരുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കിട്ടുന്നത് ഒരു പക്ഷേ കുറച്ച് പൈസയാവാം, ധനമാകാം. ആ ധനം ചെലവ് ചെയ്താൽ പോകും. കുന്നായാലും എടുത്താൽ കുണ്ടാവും. പക്ഷേ ആ ചെയ്തിട്ടുള്ള പാപഫലമുണ്ടല്ലോ, അനാശാസ്യത. അതിൻ്റെ ഫലം അവരും അവരുടെ കുടുംബങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുടെ പിൻതലമുറകളും എണ്ണമറ്റ തലമുറകൾക്കാണ് അനുഭവിക്കാൻ പറ്റുക. എന്താ ഈ ബുദ്ധിമാന്ദ്യം? എന്താണ് ഈ ഉദരവ്യാധി? ഇതൊക്കെ തല്ലിയാലും കൊന്നാലും പോവില്ല എന്ന് പറഞ്ഞ മാതിരി പലർക്കും പിടികൂടുന്നതിൻ്റെ കാരണം നാം അറിഞ്ഞും അറിയാതെയും സമ്പാദിച്ചു വയ്ക്കുന്ന അനാശാസ്യതയാണ്. അതിനെയാണ് ഈ പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഗുരുവാണ്. ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഈ അധ്യാപകന്മാർ, ശമ്പളം കൊടുത്ത് വെച്ചിട്ടുള്ളവർ. അതിൽ ആരൊക്കെ പെടും? നമ്മുടെ അംഗൻവാടിയിലുള്ളവർക്കും ഉണ്ട് ശമ്പളം. അവിടെ നിങ്ങൾ ശമ്പളം കൊടുത്ത് സ്കൂള്, കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡോക്ടറേറ്റ്, പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ച്, അങ്ങനെ പോകുന്നത്. അതൊക്കെ ഭൗതിക വിദ്യാഭ്യാസമാണ്. ഈ ഗുരുദിനം അധ്യാത്മ ഗുരുജനങ്ങൾക്കുള്ളതാണ്. എന്താ ഈ അധ്യാത്മവിദ്യ? ആത്മാ എന്നുള്ള വാക്കിനർത്ഥം അഹം പ്രത്യയ ഗോചരഹാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മാ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാവരും പറയണു ഞാൻ താൻ എന്ന്. പക്ഷേ ഞാനെയോ തന്നെയോ ഒരാളും അറിയുന്നില്ല. ആ മേഖല അന്ധകാരമായിട്ടാണ് കിടക്കുന്നത്. ആ അന്ധകാരം നീക്കി അത് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു കാണുക എന്നുള്ളതാണ് അധ്യാത്മവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉപദേശിച്ച് തരുന്ന ഗുരുവാണ് അധ്യാത്മഗുരു. ആ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് ഈ വ്യാസപൗർണിമ. അന്ന് സന്യാസിമാരെന്ത് ചെയ്യും? അവർ സാധാരണ സഞ്ചരിക്കുന്നവരാണ്. മഴക്കാലത്ത് സഞ്ചരിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരേ സ്ഥലത്തിരുന്ന് ഒഴുകുന്ന വെള്ളം താണ്ടിക്കിടക്കാതെ
ഒഴുകുന്ന വെള്ളം താണ്ടി കിടക്കാതെ ഒരേ ഇടത്തിരുന്ന് അവരെന്ത് ചെയ്യും? പ്രസ്ഥാനത്രയം ഒരു തവണയെങ്കിലും വായിക്കും. പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് എന്താ? 10 11 ഉപനിഷത്ത് ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുള്ളതാണ്. ഈശ കേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യ തിത്തിരി ഐതരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം ദശ ശ്വേതാശ്വതരോപനിഷത്തും. ഇങ്ങനെ എല്ലാം കൂടിയ 11ആയി. ഈ 11 ഉപനിഷത്തുകൾക്ക് അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പിന്നെയോ ഈ ഉപനിഷത്തുകൾക്കെല്ലാം കൂടി വ്യാസദേവൻ എഴുതിയിട്ടുള്ളതും ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്നതുമായ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ഒരു ഉപനിഷത്ത് ഭാഷ്യമാണ്, വ്യാഖ്യാനമാണ്. അതിനും അദ്ദേഹം ഭാഷ്യം എഴുതി. ആര്? ശങ്കരാചാര്യർ. ഇനിയോ ബ്രഹ്മസൂത്രങ്ങൾ, ബാദരായണ സൂത്രങ്ങൾ എന്ന് പറഞ്ഞ് 500 ചില്ലാനം സൂത്രങ്ങളുണ്ട്. ക്രിപ്റ്റിക് അഫോറിസംസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സൂത്രങ്ങൾ അല്പാക്ഷരങ്ങളിൽ അല്പവാക്കുകളിൽ മഹത്തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തത്വമൂല്യ സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ സൂത്രം. പാണിനിയുടെ വ്യാകരണ സൂത്രങ്ങൾ വളരെ വളരെ വിഖ്യാതമാണ്. എന്താ? ഭാഷ പഠിക്കാൻ പലർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ 1-2 അക്ഷരം കൊണ്ട് മറ്റൊക്കെ അദ്ദേഹം ഒരു വലിയ നിയമം, ഒരു വ്യവസ്ഥ ഇങ്ങോട്ട് പറയും. രോ രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സൂത്രമായി. രോ രീ എന്നാണ് അതിന് പേര്. അതിനൊരു പാരഗ്രാഫ് ഉണ്ട് അർത്ഥം. വിസർഗത്തിൽ അവസാനിക്കുന്ന ഒരു പദം, ആ പദത്തിനെ തുടർന്ന് രകാരത്തിൽ തുടങ്ങുന്ന വേറെ ഒരു പദം, ഇത് രണ്ടും കൂടി വന്നാൽ നിസ്തമസി നീരജസി നിർഗളിത സത്വേ തേജസി വിവേകജുഷി ഭേദമതി ശൂന്യേ നിർവചന മാനസപദാതിഗമചിന്യം തത്വമസി 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 രാജൻ. ഇത് ശങ്കരാചാര്യരെ ഉണർത്തിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ചൊല്ലിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു കാവ്യമാണത്. നിസ്തമസി നീരജസി. നീരജസി എന്നൊരു പ്രയോഗം. എന്താ അത്? നിഹി എന്നുള്ളൊരു വാക്ക് ഉപസർഗം, അതിനെ പിന്തുടർന്ന് രജസി എന്നും വന്നു. അപ്പം ആ വിസർഗവും അതിനെ തുറന്നു വരുന്ന രകാരവും കൂടി കൂട്ടിച്ചേർത്താൽ എന്താണ് ആ സന്ധി എന്നുള്ളത് സൂചിപ്പിക്കാനാണ് രോ രീ എന്ന് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ളതാണ് സൂത്രങ്ങൾ. അപ്പോൾ ആ ബ്രഹ്മസൂത്രങ്ങളും ഭഗവത്ഗീതയും 11 ഉപനിഷത്തും കൂടി ആയാൽ പ്രസ്ഥാനത്രയമായി. ഇത് ഒരു തവണയെങ്കിലും വായിക്കുക. വെറുതെ വായിക്കുകയല്ല. അന്ന് ഗൃഹസ്ഥന്മാരോ ശിഷ്യന്മാരോ കൂടെ ഉണ്ടെങ്കിൽ അവരുമായി ഒന്ന് സംവദിക്കുക കൂടി ചെയ്യുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ചാതുർമാസ്യത്തിൽ സന്യാസിമാരും അധ്യാത്മമായിരിക്കുന്ന ബ്രഹ്മവിദ്യ വിദ്യാർത്ഥികളുമൊക്കെ കൊണ്ടാടുന്നത്. ഇങ്ങനെയാണ്. പരിവ്രാജകന്മാർ അവരുടെ യാത്ര നിർത്തും. ഈ വേദവ്യാസനെ പൂജിക്കുക, നമ്മുടെ ഗുരു പരമ്പരയെ തന്നെ പൂജിക്കുക. അങ്ങനെ പൂജിച്ചതിന് ശേഷം ശിഷ്യന്മാരോടുകൂടി ഇതാ അധ്യാത്മ ചർച്ചയിൽ ആ കാലം കഴിച്ചു കൂട്ടണം. ഒരു തപസ്, ഒരു അനുഷ്ഠാനം, അവനവൻ്റെ തന്നെ മെമ്മറി ഒന്ന് പുതുക്കാൻ, ഓർമ്മ പുതുക്കാൻ. സാധാരണ നമ്മുടെ ശാസ്ത്രങ്ങൾ ഒരിക്കൽ വായിച്ച് കേട്ടതുകൊണ്ട് ആവില്ല. നമുക്ക് എന്തു വേണം? നമ്മൾ ഒരിക്കൽ വായിച്ച് കേട്ടാൽ പോരാ, അത് ആവർത്തിച്ച് വായിക്കണം. ഇതിനാണ് മനനം എന്ന് പറയുക. ഞാനൊരു ഫോർമുല ഉണ്ടാക്കി പറയുന്നതാണ്. എന്ത്? നിങ്ങൾക്ക് ഏത് തത്വമോ മൂല്യമോ സിദ്ധാന്തമോ ആണോ ഉൾക്കൊള്ളേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അപ്പോൾ അതിന് നമ്മുടെ മനസ്സ് മണിക്കൂറുകൾ 50 മണിക്കൂറുകൾ അതിന് ചെലവ് ചെയ്യണം. ഒന്നിച്ചല്ലെങ്കിലും പല സമയങ്ങളിലുമായി. ആ മനസ്സിൻ്റെ 50 മണിക്കൂറുകൾ ചെലവ് ചെയ്താൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങി ലയിച്ചങ്ങനെ ഇരിക്കും. ആ അസിമിലേഷൻ പ്രോസസ്സ് എന്നാണ് അതിന് പറയുക. സ്വാംശീകരിച്ചെടുക്കാനുള്ള സമയം. നിങ്ങൾക്ക് പലർക്കും വരുന്ന ബുദ്ധിമുട്ടെന്താ? ഒരു പുസ്തകം വായിക്കും, ഞാൻ വായിച്ചിട്ടുണ്ട്, അയ്യോ രണ്ടാമത് വായിക്കുക, അതെൻ്റെ സ്വഭാവത്തിൽ തന്നെ ഇല്ല. ഒരു പുസ്തകം, നല്ല പുസ്തകം എങ്ങനെയാണ്? ആദ്യമായിട്ടത് വായിക്കാൻ പറ്റണം. വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വായിക്കണം എന്ന് തോന്നണം. രണ്ടാമത് വായിച്ചു കഴിഞ്ഞാൽ ഇത് 1-2 തവണ വായിച്ചാൽ പോരാ, മൂന്നാമതും വായിക്കണം. അത് കഴിഞ്ഞാലോ ഇത് വളരെ മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഇത് നമ്മുടെ ജീവിതത്തോടു കൂടി ഇഴുകിച്ചേരുന്നതാണ്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളണം, അലിയിച്ചെന്നിൽ എടുക്കണം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് വായിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും തോന്നുന്നതും തോന്നിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നിർബന്ധിപ്പിക്കുന്നതുമായ സാഹിത്യമാണ് നല്ല സാഹിത്യം. ഈ ഒരിക്കൽ വായിച്ച് താഴ്ത്തു വയ്ക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല, കാറ്റിന് മനസ്സിലാവാനാവും. അഗ്നിഹോത്രം ച പൂർണ്ണമാസശ്ച പൂർവവത് ചാതുർമാസ്യാനി ച മുനേഹേ ആംനാതാനി നൈഗമൈഹി. അപ്പം എന്താ? ഈ വേദങ്ങളൊക്കെ വിധിച്ചിട്ടുള്ള ഈ കാര്യങ്ങളാണ്.
ഏവം ചീർണേന തപസ മുനിർധമനി സന്തതഃ മാം തപോമയമാരാധ്യ ഋഷിലോകാത് ഉപൈതി മാം. ഇങ്ങനെ തപസ് ചെയ്ത് ആ അനുഷ്ഠാന തീവ്രത നമുക്ക് വന്നു എന്നിരിക്കട്ടെ, നമ്മുടെ ശരീരത്തിലൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാതെ കഴിയില്ല. അവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ എന്തായിരുന്നു, ഈ രാത്രി സാധാരണ മെഴുക്ക് പുരട്ടി ഇങ്ങനെ മെഴുക്കുള്ള സാധനങ്ങൾ അധികം കൂട്ടാറില്ല. ആരോഗ്യത്തിൻ്റെ രഹസ്യം അറിയുന്ന അറിവുള്ള കുടുംബങ്ങളാരും മെഴുക്ക് ഉപയോഗിക്കില്ല. രാത്രി മെഴുക്ക് പുരട്ടി വയ്ക്കില്ല, പപ്പടം കാച്ചില്ല, കൊണ്ടാട്ടം വറക്കില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ നല്ല നല്ല കുടുംബങ്ങളിൽ ബ്രാഹ്മണരാണത് കൂടുതലും ചെയ്യാറുള്ളത്. ഉപസ്തരണം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. എന്താ അത്? ചോറൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ, ഒരു തവണ 2 തവണ കുറേശ്ശെ നെയ്യ് ഒഴിക്കും. അത് പൂർണ്ണമായിട്ടും മെഴുക്കാം. ആ നെയ്യ് നമ്മുടെ ശരീരത്തിലും വയറ്റിലും ഒക്കെ പരന്ന് അത് നല്ലതാണ്. അത് പശുവിൻ നെയ്യാവണം. ആ ഉപസ്തരണം വൈകുന്നേരം ഇല്ല, കാലത്തേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം നാം കിടന്നുറങ്ങാൻ പോവുക ഊണ് കഴിച്ചതിന് ശേഷം. ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ പ്രവൃത്തിയില്ലല്ലോ, പിന്നെ നമുക്ക് ഉറക്കാണ്. അപ്പോൾ ശരീരത്തിൽ ഭക്ഷണം നല്ലോണം ചെന്നു, പ്രത്യേകിച്ചും കൊഴുപ്പ് ചെന്നു എന്ന് പറഞ്ഞാൽ ആ കൊഴുപ്പ് നാം വിനിയോഗിക്കണം. അതിനോ എക്സസൈസ് വേണം, ആക്ടിവിറ്റീസ് വേണം, പ്രവർത്തനം വേണം. അപ്പോൾ പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് സാധാരണ പറയും എന്ത്, മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേൽ കിടക്കാം, അത്താഴം കഴിഞ്ഞാലോ അരകാതം നടക്കണം. ഇതാണ് നമ്മുടെ പ്രമാണവാക്യം. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ നടക്കരുത്, വിശ്രമിക്കുക. എന്താ കാരണം? അവിടുന്ന് എണീറ്റാ ചെയ്യാൻ പോകുന്നത് കഠിനാധ്വാനമാണ്. അപ്പോൾ കുറച്ചൊരു വിശ്രമം അതേവരെ ചെയ്തതിന് കൊടുക്കണം. അത് മുള്ളിൻ്റെ മുകളിലായാലും കിടക്കണം എന്നാ. അത്താഴം കഴിഞ്ഞാലോ ഇരിക്കരുത്, അരകാതം നടക്കണം. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ആരെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ പഴഞ്ചന്മാരാണ്. ആര്? ഭാരതീയരോ? അവരുടെ പഴഞ്ചത്തം ഏറ്റവും ആധുനികമാകാൻ പോവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ആധുനികം. അപ്പം ഈ തപസ്സൊക്കെ അനുഷ്ഠിച്ചാൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്താ? ഏവം ചീർണേന തപസ മുനിർ ധമനി സന്തതഃ. അപ്പം ഗൃഹസ്ഥനായിരിക്കുമ്പോൾ വേണ്ടിയിട്ടും വേണ്ടാതെയും വറുത്തിട്ടും പൊരിച്ചിട്ടും ഒക്കെ കീട്ടി ദേഹത്തിൽ നല്ല കൊഴുപ്പുണ്ടാവും, വയറിങ്ങനെ കൂടി വരും. ആ നിലയും സമ്പ്രദായവും ഒക്കെ മാറി എന്തായി? ആ വയറും പോയി, ആ കൊഴുപ്പൊക്കെ പോയി. ധമനി സന്തതഃ. ആ ഞരമ്പുകളൊക്കെ അങ്ങനെ തെളിഞ്ഞ് കാണും ദേഹത്തിൽ. തൊലി ഞരമ്പേ ഉണ്ടാവുള്ളൂ. വേണ്ടാത്ത ഒരു മാംസവും ഒരു കൊഴുപ്പും അതിൽ കാണില്ല, മസിലുണ്ടാവും. ഇതാണ് നില. എന്തു പറയണു നിങ്ങൾ? ഏവം ജീർണേന തപസ മുനിർധമനി സന്തതഃ മാം തപോമയമാരാധ്യ ഋഷിലോകാത് ഉപൈതി മാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെയുള്ള തപസ് ചെയ്ത് ആ തപസ്സിൻ്റെ ലക്ഷണം എന്താ? തൊലി ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വരും. അതുകൊണ്ട് ചുളുങ്ങി എന്ന അർത്ഥമില്ല, അവിടെ കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോയി എന്ന്. പിന്നെ തൊലി ചെറുതാവില്ലല്ലോ. അത് ധമനി സന്തതഃ മാം തപോമയമാരാധ്യ. ആ വാക്കിനൊക്കെ എന്ത് വിലയാ? തപോമയം മാം ആരാധ്യ. ഈശ്വരന് പല രൂപവും പല സ്വരൂപവും നിങ്ങൾക്ക് കൽപ്പിക്കാം. ഇവിടെ വാനപ്രസ്ഥൻ്റെ മുൻപിൽ പറയുന്നത് കൃഷ്ണൻ തപോമയനാണ് ഞാനെന്ന. ഈശ്വരൻ തപോമയനാണ്. ഹൃദയോഗത്തിലുള്ളവരെല്ലാം തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്നവരാ. അതുകൊണ്ട് ഹൃദയമൂർത്തിക്ക് തപോമൂർത്തിയാക്കി തീർത്തു. ഇത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് നവയോഗി സംവാദത്തിൽ. ഹൃദയുഗത്തിൽ രുദ്രാക്ഷമാലയൊക്കെയാണ് കൊടുത്തിരുന്നത്. ആ വർണ്ണവും അതിനനുസരിച്ച് വെളുപ്പ് വർണ്ണ, കയ്യിൽ അക്ഷമാലയൊക്കെയാണ്. അപ്പോൾ ഒരു തപോമൂർത്തിയായിട്ടാണ് ഹൃദയുഗത്തിൽ നാം കണ്ടത്. അപ്പോൾ തപോമയനായിരിക്കുന്ന എന്നെ ആരാധ്യ. അപ്പോൾ എന്നെ ആരാധിക്കാൻ തപസ്സനുഷ്ഠിക്കുക വേണ്ടത്. ആ തപസ്സനുഷ്ഠിക്കുമ്പോൾ പിന്നെ വേറെ ആരാധനകളോ ക്രമങ്ങളോ മുറകളോ ഒന്നും ആവശ്യമില്ല. ആ തപസ്സുകൊണ്ട് തന്നെ എല്ലാം ആവും. മാം തപോമയമാരാധ്യ ഋഷിലോകാത് ഉപൈതി മാം. അവർ മഹർലോകത്തിൽ ചെന്നുപെട്ട് എന്നെ പ്രാപിക്കുന്നു. അവർക്ക് പിന്നെ വേറെ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഒന്നും വേണ്ട, ഈ തപസ് മാത്രം മതിയെന്ന്. ഏവം ചീർണേന തപസ. ഈ തപസ്, ആ തപോ ജീവിതം അതായിരിക്കണം അവരുടെ ക്രെഡിറ്റ് കാർഡ്. സമ്പാദിക്കണം അവർ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താ തോന്നണത് സ്വാമിജി ഇതൊക്കെ പറയുമ്പോൾ? ഇത് ഭാഗവതത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നതും സ്വാമിജി പറയുന്നതും. പക്ഷേ ഞാൻ വെറും ഭാഗവതമായിട്ട് ഇതിനെ പറയുന്നില്ല. എനിക്കിതിൽ എൻ്റെ മനസ്സിൽ വളരെയധികം അലയടിച്ച് വരുന്നത് എന്താ? നമ്മുടെ
വ്യക്തി ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ, സമാജ ജീവിതത്തിൻ്റെ, ദേശീയ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരധാരയാണത്. സംസ്കാരധാരയാണത്. ഈ ധാര നിങ്ങൾ അറിയണം. 65 ലക്ഷം പേരാണത്രേ ഈ സംപ്രേഷണം കേൾക്കുന്നത്. 40 എന്നാണ് ഞാൻ ധരിച്ചത്. അതിപ്പോൾ 65 ലക്ഷം പേരാണ് കേൾക്കുന്നത്. ആ 65 ലക്ഷം പേരിൽ 65 പേരെങ്കിലും ഇത് ഉൾക്കൊണ്ടാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രം തന്നെ ഭാസുരമായി തീരും. ഒരു തുള്ളി എണ്ണയുണ്ടെങ്കിൽ ഒരു തടാകം മുഴുവനും അത് പരക്കും. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഏവം ചീർണേന തപസ മുനിർ ധമനിസന്തത മാം തപോമയമാരാധ്യ ഋഷിലോകാത് ഉപൈതി മാം. അപ്പം ഈ തപസ്സിന് അവർക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്താ? ബ്രഹ്മപ്രാപ്തി, ഈശ്വരപ്രാപ്തി, കൈവല്യം, ഭഗവാനോടുകൂടി അഭേദ്യമായ തരത്തിൽ യോജിച്ച് ഈശ്വരനായിത്തീരുന്ന ഒരു നില. യസ്ത്വേതത് കൃച്ഛതശീർണം തപോനിശ്രേയസം മഹത് കാമായ അൽപീയസേയുഞ്യാത് ബാലിശഃ കോ അപരസ്തതഃ. ഏത് ശാസ്ത്രവും നന്നാവണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന നേട്ടം വളരെ മുഴുപ്പിച്ച് നന്നായി പറയണം. അതേപോലെ ആ കാര്യത്തിൽ എന്തെങ്കിലും തകരാറ് വരികയോ പിന്മാറുകയോ ചെയ്താൽ അത് എത്രത്തോളം ഹീനമാണ് എന്നുള്ളതും പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുകയാണ്, യസ്ത്വേതത് കൃച്ഛതശീർണം തപോ നിശ്രേയസം മഹത്. വാനപ്രസ്ഥനായതിനു ശേഷം ഗൃഹസ്ഥ ജീവിതമൊക്കെ വിട്ട് ആ വന്യവസ്തുക്കളാൽ ഉപജീവനം കഴിച്ചുകൊണ്ട് ഒരലും ഒലയ്ക്കൊന്നും ഇല്ലെങ്കിലും പല്ലിനോ ഒലയ്ക്കയും ഒരലൊക്കെ ആയി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്. കുറച്ചു കാലം അത് കഴിച്ചുകൂട്ടി. ആ ജീവിതം പ്രവേശിച്ചതിന് ശേഷം കാമായ അൽപീയസേയുഞ്ജ്യാത്, അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിന് കടന്നുകൂടി ആ ആഗ്രഹ പൂരണത്തിന് വേണ്ടി അത് വിനിയോഗിക്കുന്ന പക്ഷമോ ബാലിശഃ കോ അപരസ്തത. അതിനേക്കാൾ ബാലിശമായി അവിവേകമായി എന്തുണ്ട്? ആ മനുഷ്യനാണ് പടുപടു വിഡ്ഢി. അവനാണ് ഏറ്റവും ഹീനൻ, ഏറ്റവും മോശപ്പെട്ടവൻ. അതിനേക്കാൾ ബാലിശമായിട്ട് ഒന്നും തന്നെയില്ല. ഈ വാനപ്രസ്ഥ ജീവിതത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണ്. അതിൽ പ്രവേശിച്ചതിന് ശേഷം അശ്രദ്ധ കൊണ്ടോ വേറെ എന്തെങ്കിലും മോഹത്തിൻ്റെ പേരിലോ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നു, ഒരിറക്കം വന്നു എന്നുണ്ടെങ്കിലോ അത് തീരെ മോശമാണെന്ന് പറയാം. യസ്ത്വേതത് കൃച്ഛതശീർണം തപോ നിശ്രേയസം മഹത് കാമായ അൽപീയസേയുഞ്ജ്യാത് ബാലിശഃ കോ അപരസ്തതഃ. ഇത് വളരെ ശ്രദ്ധ വെച്ച് നിങ്ങൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹ ധീരഃ തൂർണം യതേതനപതേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവതഃ സ്യാത്. ഈ ശ്ലോകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇനിയും പറയും. ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മെസ്സേജാണിത്. ആർക്ക്? മനുഷ്യരായി പറന്ന എല്ലാവർക്കും, ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായും കുടുംബീയമായും സമാജമായും രാഷ്ട്രീയമായും തന്നെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക്. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ, അനവധി ജന്മങ്ങൾക്ക് ശേഷം മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു. വളരെ ദുർലഭമാണിത്, സുദുർലഭം. എന്നാലും കിട്ടി എന്നുള്ളതിനാൽ നമുക്കത് വളരെ എളുപ്പമാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. ജന്മത്തിന് മുൻപ് നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് വല്ല മെമ്മറിയോ ഓർമ്മയോ എന്തെങ്കിലും ഒന്നുണ്ടോ? സ്വാമിജി, ഞാൻ നോക്കിയപ്പോൾ ഞാൻ മനുഷ്യ ശിശുവാണ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വളരെ ദുർലഭമാണെങ്കിലും എന്തോ കാരണത്താൽ നമുക്ക് കിട്ടി മനുഷ്യജന്മം. ആ മനുഷ്യൻ എങ്ങനത്തതാ? അർത്ഥതം. എന്ത് നമ്മൾ മനസ്സിൽ ഉന്നം വെച്ചോ അത് കൈക്കലാക്കാൻ സാധിക്കും എന്നുള്ളൊരു ജന്മമാണ്. അപ്പം നമ്മുടെ ഐച്ഛികമായിരിക്കുന്ന ലക്ഷ്യമോ മൂല്യമോ നേട്ടമോ എന്തോ അത് നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു നൈപുണ്യം, ഒരു കഴിവ്, ഒരു സാധ്യത നമുക്കുണ്ട്. പക്ഷേ ഒരു ദോഷമുണ്ടതിൽ, ഒരു തകരാറ്. ആ തകരാറെന്താ? അനിത്യമപീഹ ധീരഃ. ബാക്കി എല്ലാ ജീവജാലങ്ങളുടെ ശരീരങ്ങളെപ്പോലെ നമ്മുടെ ശരീരവും അനിത്യമാണ്. നമ്മുടെ കയ്യിലില്ല എത്ര കാലം നിൽക്കും എന്നുള്ളത്. സാധാരണഗതിക്ക്
നല്ല പാരമ്പര്യത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു 70, 75, 80 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. എന്നാൽ അതുവരെ ജീവിച്ചോളണം എന്നില്ല. 50-ലോ 60-ലോ 40-ലോ 30-ലോ ഒക്കെ പോയി എന്ന് വരാം. എപ്പോഴാണ് മരണം നമ്മെ സമീപിക്കുക, കൈക്കലാക്കുക എന്നുള്ളതിന് ഒരു തീർപ്പില്ല. അങ്ങനെ അതുകൊണ്ട് എന്തു വേണം? കൃഷ്ണൻ പറയുകയാണ്, തൂർണം യഥേത നപതേ അനുമൃത്യുയാവത്. എത്രയും വേഗം തൂർണം യഥേത പരിശ്രമിക്കണം. എന്തിനു പരിശ്രമിക്കണം? നിശ്രേയസായ. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഐഹികമായിരിക്കുന്ന നേട്ടങ്ങളും ഐശ്വര്യങ്ങളും. നിശ്രേയസം എന്ന് പറഞ്ഞാൽ ആന്തരമായിട്ടുള്ള നേട്ടം, ആത്മജ്ഞാനം, മോക്ഷം എന്ന് പറയുന്നത്. ആ നിശ്രേയസത്തിന് വേണ്ടി എത്രയും വേഗം പരിശ്രമിക്കണം. തൂർണം യഥേതനപതേ അനുമൃത്യുയാവത്. 2 കാര്യമാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. ഇത് കൃഷ്ണൻ പറയുന്നതാണ്. എന്താ? തൂർണം, എത്രയും വേഗം. എന്താ ഈ എത്രയും വേഗം? നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും. അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നാം എന്ത് കാര്യം ഉദ്ദേശിക്കുന്നുവോ ആ ജീവിത ലക്ഷ്യം, അത് അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പ്രദാനം ചെയ്യുന്നത്. അങ്ങനത്തതാണ് മനുഷ്യജന്മം. പക്ഷേ അതിനൊരു ദോഷമുള്ളത് എന്താ? അനിത്യമപീഹ. അത് അനിത്യമാണ്, മറ്റെല്ലാ ജീവിതങ്ങളെ പോലെ. അതുകൊണ്ട് ധീരഹ, ബുദ്ധിയുള്ളവൻ എന്തു വേണം? എത്രയും വേഗം പരിശ്രമിക്കണം. എന്തിനു വേണ്ടി? ന പതേത് അനുമൃത്യുയാവത്. ഈ മരണത്തിൻ്റെ ഹസ്തത്തിൽ പെടരുത്. നമ്മൾ മനുഷ്യനെ എന്താ പറയുക? മർത്യൻ എന്ന് പറയും. എന്താ ഈ മർത്യൻ? മരിക്കുന്നവൻ, മരിക്കാനുള്ളവൻ, മൃത്യു അടയുന്നവൻ. നമ്മുടെ ശരീരം മാത്രമേ ഇവിടെ മർത്യമായിട്ടുള്ളൂ. ആ ശരീരത്തിന് രൂപപ്പെടുത്തിയതും അതിൽ അധിവസിക്കുന്നതും അതിനെ ഉത്തേജിപ്പിക്കുന്നതും കാര്യക്ഷമമാക്കുന്നതുമായ ഉൾസാന്നിധ്യമുണ്ടല്ലോ. ആ ഉൾസാന്നിധ്യം, ഉൾചേതന, അത് അമർത്യമാണ്, അത് അമരമാണ്. അപ്പം നമ്മളതിനെ മർത്യൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകൂടുക അല്ല. അതല്ല സത്യം. ആ അമരത്വമുണ്ടതിൽ. ആ അമരത്വം മനസ്സിലാക്കി ആ കൈവല്യപ്രാപ്തി, മോക്ഷം, നിത്യസുഖം എന്നുള്ളത് നേടാൻ വേണ്ടി എത്രയും വേഗം പരിശ്രമിക്കണം. ആ പരിശ്രമം വിട്ടുകളഞ്ഞാലോ പിന്നെ നിങ്ങൾ മർത്യന്മാരായി, മൃത്യുവിന് വശംവദരായി. അങ്ങനെ വിഴാതെ നോക്കണം. വിഷയഖലു സർവതസ്യാത്. മറ്റെല്ലാ ജന്മങ്ങളിലും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും മതിക്കാനും ഉള്ളതുണ്ട്. തിന്നണമെങ്കിൽ ആനയാ നല്ലത്, ധാരാളം തിന്നുന്നത്. നമുക്ക് ചെറിയ വയറും ചെറിയ വായ. ഓടി നടക്കണം എന്നുണ്ടെങ്കിൽ മാനാവുക നല്ലത്, നായാവുക നല്ലത്. എങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. പക്ഷേ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം ഈ ഐന്ദ്രിയ തലത്തിൽ സുഖിക്കാനോ ഭുജിക്കാനോ അല്ല. അത് ശരീരത്തിനെ നിലനിർത്താൻ മാത്രമാണ്. കണ്ണുകൊണ്ട് കാണുന്നത് മനസ്സും ബുദ്ധിയും വികസിക്കാനാവണം, അറിവുണ്ടാവാനാവണം. അതിനാണ് നമ്മുടെ കണ്ണ്, അതിനാണ് നമ്മുടെ കാത്. നിങ്ങൾ ഇത്രയും കാലം എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും, പലതും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഈ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിലപ്പിടിപ്പുള്ളതായ അറിവ് എത്രയുണ്ടെന്നൊന്ന് എനിക്ക് എഴുതി അറിയിക്കാമോ? അറിവ് എത്ര കിട്ടി നിങ്ങൾക്ക്? പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം ബാക്കിയുള്ളവരുടെ വസ്ത്രം ദിവസേന നോക്കും. നമ്മുടെ വസ്ത്രത്തെ ബാക്കിയുള്ളവരുടെ വസ്ത്രമായി ഒന്ന് തുലനം ചെയ്ത് നോക്കും. എന്നിട്ട് കൊഴുപ്പ് പോരാന്ന് പറഞ്ഞ് കടയ്ക്ക് പോകും, മേടിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ അതുകൊണ്ട് അറിവ് എത്രയുണ്ടായി? ഉള്ളിലുള്ള അമരപ്രകാശത്തെ ഗ്രഹിക്കാനോ അതിൻ്റെ അടുത്ത് പോകാനോ നിങ്ങൾക്ക് വല്ല പ്രേരണയുണ്ടായോ? അതാണ് ഇവിടെ മുഖ്യം. നിശ്രേയസായ തൂർണം യഥേത. അഴിയാത്ത, അഴിവില്ലാത്ത നിശ്രേയസം, ആ പരമസുഖം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. അത് ആത്മജ്ഞാനം കൊണ്ട്, ഈശ്വര സാക്ഷാത്കാരം കൊണ്ട്, അന്തരാത്മാവിൻ്റെ ആ ആലിംഗനം കിട്ടിയത് കൊണ്ട് മാത്രമേ നമുക്ക് കൈവരൂ. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹ ധീരഃ തൂർണം യതേതനപതേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്. ഇനി ശ്രീകൃഷ്ണൻ പറയാൻ പോകുന്നൊരു കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക? നിങ്ങളുടെ മുൻപിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത ജനതയുടെ മുൻപിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക? അവതരിപ്പിച്ചാൽ അവരെങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും? ഇതെന്തോ ഒന്ന് കേട്ടു അല്ലെങ്കിൽ കേട്ടില്ല വിസ്മരിക്കാനുള്ളതാണോ? അതോ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ ശാസ്ത്രത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ചിന്താവിഷയം, ചർച്ചാവിഷയമാകുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ആകേണ്ടതാണ്.
യദാസൗ നിയമേ അകൽപ്പോ ജരയാ ജാതവേപഥുഃ ആത്മന്യഗ്നീൻ സമാരോപ്യ മച്ചിത്തോഗ്നിം സമാവിശേത്. യദാസൗ നിയമേ അകൽപ്പോ ധമനി സന്തതഃ എന്ന് പറഞ്ഞുല്ലോ. ഈ വാനപ്രസ്ഥന്റെ വ്രതം അനുഷ്ഠിച്ച് വന്യവസ്തുക്കൾ കഴിച്ചുകൊണ്ട് ഉരലും ഉലക്കയും ഒന്നുമില്ലാതെ നമ്മുടെ പല്ല് തന്നെ ഉപയോഗിച്ച് കഴിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ തൊലി എല്ലാ ഞരമ്പുകളെയും വെളിപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് തപോമയം ആ തപസ്തേജസ് അവരിലുണ്ട്. അത് ഇനിയും കഴിച്ചുകൂട്ടാൻ സാധിക്കാത്ത ഒരു നില വന്നു എന്നിരിക്കട്ടെ. യദാസൗ നിയമേ അകൽപ്പഃ, ആ വാനപ്രസ്ഥന്റെ നിയമങ്ങൾക്കനുസരിച്ച് കഴിച്ചുകൂട്ടാൻ പറ്റാതെ അകൽപ്പഃ, അതിനുള്ള യോഗ്യതയോ ശക്തിയോ ഇല്ലാതെ വന്നു. ജരയാ ജാതവേ പഥുഃ, ജരാനര പിടിപെടുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ലോകത്തിൽ ഒന്നിലോ 50-40 വയസ്സിൽ മരിച്ചു പോകണം. അല്ല, കൂടുതൽ ജീവിച്ചു എന്നുണ്ടെങ്കിലോ ഒരു 75, 76, 80, 85 അങ്ങനെ ജീവിച്ചാലോ നമ്മുടെ തൊലിയൊക്കെ കുറേശ്ശെ ചുളിഞ്ഞു തുടങ്ങും. കയ്യും കാലും ഒക്കെ ഒന്ന് വിറയ്ക്കും. അത് നാട്ടിലിരുന്നാൽ തന്നെ ഇതാണ് സ്ഥിതി. ഇനി കാട്ടിൽ പോയാലോ? അപ്പം താൻ ഉദ്ദേശിക്കുന്ന ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി തൻ്റെ ജീവിതം കൊണ്ടു നടക്കാൻ വിഷമമാണ് എന്ന് തോന്നുന്നു. ജരയും പിടിപെട്ടു. ശരീരം ആസകലം, കൈ ആസകലം വച്ചു തുടങ്ങി. എന്തെങ്കിലും ഒന്നിങ്ങനെ പിടിക്കുമ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെയൊക്കെ ആവുക. അങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടത്? നമ്മുടെ ശാസ്ത്രം വിടുന്നില്ല, നമ്മുടെ സംസ്കാരം നമ്മൾ വിടില്ല. അതിന് വഴിയുണ്ട്. അവരെന്താ പറയണത്? കൃഷ്ണൻ ആത്മനി അഗ്നീൻ സമാരോപ്യ, നമ്മുടെ സങ്കല്പശക്തി മന്ത്രശക്തി ഉപയോഗിച്ച് ആ ആഹവനീയാഗ്നികളെ മുഴുവനും ജ്വലിപ്പിക്കണം സങ്കല്പശക്തിയാൽ. നമ്മുടെ ഉള്ളിലാണ് ഇതെല്ലാം. സാധാരണ അഗ്നി എന്ന് പറയുന്നത് പുറത്താണ്. ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കിയാൽ അവിടെയാണ് അഗ്നി ഇട്ട് ജ്വലിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള ജ്വലിപ്പിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ മാറ്റി നമ്മൾ എന്തു വേണം? സങ്കല്പശക്തി കൊണ്ട്. എന്താ ഈ സങ്കല്പശക്തി? മനുഷ്യൻ്റെ മനസ്സിന് മാത്രമുള്ളതാണ് സങ്കല്പശക്തി. മനുഷ്യൻ്റെ മനസ്സ് വിട്ടാൽ പിന്നെ ഈ സങ്കല്പശക്തി ആർക്കാ ഉള്ളത് എന്നറിയോ? ഈശ്വരൻ. അദ്ദേഹം തൻ്റെ സങ്കല്പത്തിൻ്റെ പ്രഭാവത്താലാണ് ഈ ദ്രവ്യപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. ഏതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു ദ്രവ്യപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ആ പ്രപഞ്ചം അവിടെ ഉണ്ടല്ലോ. എഴുന്നേൽക്കുമ്പോഴാണല്ലോ അത് പോകുന്നത്. അപ്പം മനസ്സിന് എങ്ങനെയാ? മനസ്സ് ദ്രവ്യമയമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് ശരീരത്തിൻ്റെ വ്യാപ്തിയേക്കാൾ ലക്ഷോപലക്ഷം കോടാനുകോടി വിസ്തീർണമുള്ളതായ ഒരു പ്രപഞ്ച മണ്ഡലത്തെ സൃഷ്ടിക്കുന്നു. അതിലെന്തൊക്കെയുണ്ട്? ഭൂമിയുണ്ട്, പർവ്വതമുണ്ട്, സമുദ്രമുണ്ട്, കാറ്റുണ്ട്, സൂര്യചന്ദ്രാദി ഗോളങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ലതകളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ഇതൊക്കെ സ്വപ്നപ്രപഞ്ചത്തിൽ മനസ്സ് സൃഷ്ടിക്കുന്നു. അതൊക്കെ സങ്കല്പശക്തി കൊണ്ടാണ്. അപ്പം മനസ്സിൻ്റെ സങ്കല്പശക്തി ഉപായമാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിൻ്റെ ചെറിയ ഒരു അംശം പോലും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ സങ്കല്പം എവിടെയാ? ഓന്തോടിയ വേലി വരെ. എവിടം വരെ? താനും തൻ്റെ കുട്ടികളും. എപ്പോൾ നോക്കിയാലും എൻ്റെ 2 കുട്ടികൾ, ആ വർത്തമാനേ നിങ്ങൾക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ തവള കരയുന്ന പോലെയാ, ഒരേ ശബ്ദം അത് പുറപ്പെടുവിക്കും. അതേമാതിരി നിങ്ങൾ എൻ്റെ കുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാ, ഒരുത്തനോ മാധവൻ, പിന്നെ ഒരുത്തിയോ ലക്ഷ്മി, ഇതാണ് നിങ്ങളുടെ പേര്. എപ്പോൾ നോക്കിയാലും ഈ ജപ. അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, നല്ല പേരായിട്ടിരിക്കുന്നത്. അതിനാണ് നല്ല പേരിടുന്നത്. ഇവിടെ ഇപ്പം എന്താ പറയണത്? ആ സങ്കല്പശക്തി ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവേശിക്കണം. പ്രവേശിച്ചിട്ട് എന്തു വേണം? ആ അഗ്നികളെ മുഴുവനും ഉള്ളിലാക്കി ആ അഗ്നിമയമായി മനസ്സ് എന്നങ്ങനെ വരുമ്പോൾ നമുക്ക് പുറത്ത് ചൂട് തോന്നില്ല. ഇപ്പോൾ ഈ വെയിലത്ത് നടക്കാൻ തീരുമാനിച്ചിട്ട് ഒരാൾ വെയിലത്ത് നടക്കാൻ പുറപ്പെട്ടു എന്നിരിക്കട്ടെ, ആദ്യമൊക്കെ ഒന്ന് ചൂടാവും. കുറച്ച് കഴിഞ്ഞാൽ ആ ചൂട് നമുക്ക് പരിചയമാവും. നമ്മളിപ്പോൾ ഈ വീടൊക്കെ കെട്ടി ഉള്ളിലിരുന്ന് എപ്പോൾ നോക്കിയാലും പ്രകൃതിയിൽ നിന്ന് ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കാറ്റോ വെളിച്ചോ വെയിലോ ഒന്നും നമുക്ക് കൊള്ളാൻ പറ്റാതെ ആയിത്തീരുന്നത്. നേരെ മറിച്ച് ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പരിചയിക്കുകയാണെങ്കിലോ, നമ്മുടെ പശുക്കളും കാക്കകളും ഒക്കെ എന്ത് ചെയ്യണു? അവരെന്താ ചെയ്യണത്? അവരങ്ങനെ അങ്ങോട്ട് പ്രകൃതിയിൽ പറന്നങ്ങനെ കഴിഞ്ഞുകൂടുക, കാറ്റിലും വെയിലത്തുമായിട്ട്. അവർക്കൊരു കുഴപ്പമില്ല. പഞ്ചഭൂതം തന്നെയാണ് അവരുടെ ശരീരവും, നമ്മുടെ ശരീരവും അതുപോലെയാണ്. അപ്പോൾ ആത്മനി അഗ്നീൻ സമാരോപ്യ, ആ അഗ്നികളെ മുഴുവനും, ഈ ഹോമാഗ്നിയെയും ആഹവനീയാഗ്നികൾ എന്നാണ് അതിന് പറയുക, അതിനെ ഉള്ളിലാക്കി ജ്വലിപ്പിച്ച് എന്തു വേണം? ചിതാഗ്നിയിൽ പ്രവേശിക്കുക.
വിറക് കൂട്ടി തീയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കുക. മച്ചിത്തോഗ്നിം സമാവിശേത് ആത്മന്യഗ്നീൻ സമാരോപ്യ മച്ചിത്തഃ അഗ്നിം സമാവിശേത്. താൻ ഇതേവരെ ചെയ്തു പോന്നിരുന്നതായ അഗ്നിഹോത്രാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നികളുണ്ടല്ലോ, ആ അഗ്നികളെ മുഴുവൻ ഉള്ളിലേക്ക് ഇത്ര നാളും പുറത്താണ് ജ്വലിപ്പിച്ചത്. ഇനി മാനസമായി മാനസപൂജ എന്ന് പറയുന്നത് പോലെ ഉള്ളിൽ ജ്വലിപ്പിച്ച് ആ ജ്വലനം നല്ലപോലെ ആയാൽ ആ ജ്വലിക്കുന്ന അഗ്നിയോടുകൂടി ഒരു ചിത കൂട്ടുക. ആ ചിത കൂട്ടി പറക്കി വെച്ച് അതിൽ തീയിട്ടിട്ട് അതിലേക്ക് ഒരു ചാട്ടം കൊടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് സമ്മതിക്കുമോ പെട്ടെന്ന് പറഞ്ഞാൽ? പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രീമദ് ഭാഗവതമാണ് പറയുന്നത്. കൃഷ്ണ പരമാത്മാവാണ് ഉദ്ധവന് ഉപദേശിക്കുന്നത് ദ്വാരകയിലിരുന്നു കൊണ്ട്. നിങ്ങളൊക്കെ ദ്വാരകാപ്രിയന്മാരാണ്, കൃഷ്ണഭക്തന്മാരാണ്. ഉദ്ധവനെയും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കൃഷ്ണനെയും ഉദ്ധവനെയും ദ്വാരകയെയും സമ്മാനിച്ചതായ വേദവ്യാസരെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ പറ്റില്ല. ശുഗമഹർഷിയെയും പരീക്ഷത്തിനെയും അകറ്റി നിർത്താൻ പറ്റില്ല. ഇവരെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു നിവേദനമോ ഒരു പ്രതിപാദനമോ ആണത്, സന്ദേശമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഇടയിൽ എന്തൊക്കെ നടക്കണു? തീയിൽ ചാടലില്ലേ മനുഷ്യർ? തീയിൽ ധാരാളം ചാടലുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ കാര്യം അവിടെ മാറ്റി നിർത്തൂ. ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? നമ്മുടെ രാജസ്ഥാനിൽ അവിടെ രാജാക്കന്മാരുടെ കുടുംബങ്ങളിലെല്ലാം ജൗഹർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. എന്താണത്? അഗ്നി ജ്വലിപ്പിക്കാനുള്ളൊരു കുണ്ടമാണ്. ആ കുണ്ടത്തിൽ പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാർ തമ്മിൽ മറിച്ചും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അപ്പം രാജസ്ഥാൻ പ്രദേശത്ത് ഏതെങ്കിലും ശത്രുക്കൾ വന്ന് അവരുടെ രാജ്യത്തിനെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പ് ഉദ്ദേശിച്ചമാതിരി നടന്നില്ല. ശത്രുക്കളുടെ മുൻപിൽ നാം കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഉറച്ചാൽ ആ രാജധാനിയിലുള്ള സ്ത്രീകളെല്ലാവരും കൂടി അവിടെ തീ കൂട്ടി അതിലെടുത്തങ്ങോട്ട് ചാടും. അത് നടന്നുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. എന്താ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ മനസ്സിന് ഏത് ഉയരത്തിൽ കയറാനും സാധിക്കും, ഏത് ചളിക്കുണ്ടിലിറങ്ങാനും നമ്മുടെ മനസ്സ് കാരണമാണ്. നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ മാത്രം നിങ്ങൾ മതൽ കെട്ടി നിർത്തരുത്. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അതിനെ കുറച്ച് കാണുക, ഇടിച്ചു താഴ്ത്തുക, അത് പാടില്ല. അതിപവിത്രമാകുന്നത് നമ്മുടെ മനസ്സാണ്. അതേമാതിരി അതിക്രൂരമാകുന്നതും നിഷിദ്ധമാകുന്നതും നമ്മുടെ മനസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അനവധി ഭീകരന്മാർ നമുക്കുണ്ട്. ദുര്യോധനെ പോലെ ഒരു ഭീകരനെ നാം കണ്ടിട്ടില്ല. ഒരക്കില്ലമുണ്ടാക്കി പാണ്ഡവന്മാരെ കൊണ്ട് താമസിപ്പിച്ച് ആ താമസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന് തീ കൊടുത്ത ഭീകരനാണ് ഈ ദുര്യോധനൻ. മനുഷ്യൻ്റെ മനസ്സല്ലേ ഇങ്ങനെ ആയിത്തീരുന്നത്? അതേ സമയത്ത് അപ്പുറത്ത് വിതുരൻ ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ പോണു എന്ന് മനസ്സിലാക്കി പാണ്ഡവന്മാരെ വിളിച്ച് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അവരോട് ചോദിച്ചു, പാണ്ഡവന്മാരെ വിളിച്ച്, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ? കാട്ടിൽ തീ പിടിച്ചാൽ പക്ഷി എന്തു ചെയ്യും? പറന്നവിടുന്ന് പോവും. ചോദിച്ചതും പറഞ്ഞതും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, മനസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയച്ചത്. അപ്പോൾ വിതുരൻ പറഞ്ഞിട്ട് ഒരു എസ്കേപ്പ് റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവരതിലൂടെയാണ് പോയി. ഇന്ന് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമ്മുടെ മനസ്സ് ഏറ്റവും നിഷിദ്ധമാവാം, നിഷ്ഠുരമാവാം, ക്രൂരമാവാം, നിന്ദ്യമാവാം, അപകർഷമാകാം. അതേ മനസ്സ് ഉന്നതവും ഉത്കൃഷ്ടവും പവിത്രവും ഉദാത്തവും ഏറ്റവും വിശേഷപ്പെട്ടതുമായി തീരാനും അതിന് വിരോധമില്ല. അപ്പോൾ അവരുടെ സങ്കല്പം കൊണ്ട് അവരെന്ത് ചെയ്തു? ശത്രു വന്നു, നമ്മൾ കീഴടങ്ങാൻ പോണു, നമ്മളെ തോൽപ്പിക്കും. രാജാക്കന്മാർ കയ്യിലുള്ള ആ വിഷം കഴിച്ച് മരിച്ചുപോയി. സ്ത്രീകളെല്ലാവരും അവിടെ ചാടി മരിക്കുകയും ചെയ്തു. അതിനവരുടെ മനസ്സ് വെമ്പൽ കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനെ താൻ ഇതുവരെ ഉപാസിച്ചു പോന്ന അഗ്നികളെ മുഴുവനും ഉള്ളിലാക്കി ആ ഉള്ളിലതിങ്ങനെ ജ്വലിക്കുന്നതായി ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ആ അഗ്നിക്ക് ചൂടുണ്ടാവില്ല. ശത്രുവിന് കീഴടങ്ങരുത്, അവർക്ക് വശംവദരാകരുത് എന്നുള്ള വിചാരത്തിൽ അവർ ഈശ്വരനെ വിചാരിച്ച് പെട്ടെന്ന് എടുത്തങ്ങോട്ട് ചാടിക്കൊണ്ടിരുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഭാഗവതം തന്നെ പറയുന്ന ഒരു ചരിത്രമുണ്ട്. എന്താ അത്? പൃഥു ചക്രവർത്തിയുടെ ചരിത്രം. അത് 4-ാം സ്കന്ധത്തിലാണ് ആ ചരിത്രം വരുന്നത്. പൃഥു ചക്രവർത്തി വളരെ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ആദ്യമായി ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി, നാം സാധാരണ കേട്ടിട്ടുള്ളത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പറ്റിയിട്ടാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രത്തെയൊക്കെ അതിശയിക്കുന്നതാണ് പൃഥു ചക്രവർത്തിയുടെ ചരിത്രം. അങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത്.
അപ്പോൾ ജനിച്ചപ്പോൾ വന്ദികളെല്ലാവരും വന്ന് ചെറുപ്പത്തിൽ തന്നെ കണ്ടമാനം സ്തുതിച്ചു. ആ സ്തുതിച്ചതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പൃഥുചക്രവർത്തി എന്തു പറഞ്ഞു? നിങ്ങൾ എന്താ ഈ കാണിക്കണത്? ഇതേവരെ ഉണ്ടായിട്ടില്ല, വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്തുതിക്കുന്നുണ്ടല്ലോ, മിണ്ടാണ്ടിരിക്കും. അതൊക്കെ വരട്ടെ, ആ സമയത്ത് പറഞ്ഞ അർത്ഥമുണ്ട്, ഇപ്പോൾ പറയരുതെന്ന് പറഞ്ഞ് സ്തുതിക്കുന്നവരെ പിടിച്ചു നിർത്തി. അദ്ദേഹമാണത്രേ ആദ്യമായി ഭൂമി ലെവൽ ചെയ്ത് കൃഷി നടത്താൻ പറ്റുന്ന തരത്തിൽ കുണ്ടും കുന്നും ഒക്കെ നിരത്തി ശരിയാക്കിയത് അദ്ദേഹമാണത്രേ. അദ്ദേഹം കുറേ കാലം ജീവിച്ചു. മക്കൾ മുതിർന്നു. മക്കൾ മുതിർന്നപ്പോൾ എന്തു ചെയ്തു? മക്കളിൽ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് വാനപ്രസ്ഥനായിപ്പോയി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ പൃഥുചക്രവർത്തി പോയപ്പോൾ അർച്ചിസ് ധർമ്മപത്നി രാജി പിന്നാലെ പോയി. ഞാൻ താങ്കളെ ഇതേവരെ ശുശ്രൂഷിച്ചു കൊണ്ട് ഇവിടെ ഇരുന്നു. ആ ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷവും സാഫല്യവുമുണ്ട്. അങ്ങയ്ക്ക് വാനപ്രസ്ഥമാണ് ഇഷ്ടമെങ്കിൽ ഇവൾക്കും വാനപ്രസ്ഥം തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി പോയി. രാജാവ് തടുത്തു നിർത്തിയില്ല. വാനപ്രസ്ഥനാകുന്ന സമയത്ത് ഭാര്യയോട് കൂടി പോവാം, ഭാര്യാസമേതനായി പോവാം. അല്ല, ഭാര്യ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവും വേണ്ട. അങ്ങനെ പോയി അവിടെ ഇരുന്നു. ദീർഘകാലം വാനപ്രസ്ഥനായിരുന്നു. പൃഥു നല്ല തപസ്വിയായിരുന്നു. തപസ് നല്ലോണം ചെയ്തുകൊണ്ടിരുന്നു. ആ തപോവൃത്തനായ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിൽ വ്യഗ്രയായിരുന്ന ആ അർച്ചിസിന് ആ പതിശുശ്രൂഷ വിട്ട് പിന്നെ ഒരു തപസ്സും വേണ്ട. അവരുടെ ശരീരവും എല്ലും തോലുമായി. ആ എല്ലും തോലുമായി ഇരുന്ന സമയത്ത് പോലും ഇവിടെ ഭാഗവതം പറയാണ്, അതീവ ഭർതൃർ വ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദതാർത്തിം പരികർഷിതാപി സാ പ്രയസ്കരസ്പർശനമാന നിർവൃതി. അതീവ ഭർത്തുഃ വ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ. ആ ഭർത്താവിൻ്റെ വ്രതം എന്തോ ആ വ്രതം തന്നെ അവർക്കും. അപ്പോൾ വലിയ ഒരു തീവ്രവ്രതധാരിയായിരുന്നു ആര്? ഭർത്താവ്. ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ചാരഷദേഹയാത്രയാ. എന്താ അതിനർത്ഥം? ആരഷദേഹയാത്രയാ. അവരുടെ ശരീരവും മഹർഷിയുടെ ശരീരം പോലെ തപോശരീരമായി തീർന്നു അത്രേ. നാവിന്ദത, അതുകൊണ്ട് ആർത്തിം ന അവിന്ദത. ഒരിക്കലും അവർക്ക് ഒരു ദുഃഖമോ ഒരു ക്ലേശമോ തോന്നുന്നുണ്ടായില്ല. കാണുന്നത് ഭർത്താവിനെയാണ്. അദ്ദേഹം എത്ര കണ്ട് തപോവ്രതനാണെന്നുള്ളത് കണ്ണിന് മുൻപിൽ കാണുകയാണ്. ഇതാരാ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇങ്ങനെ തപോവ്രതനായിരിക്കെ പ്രിയപ്പെട്ട ഭാര്യ എന്തു വേണം? അതേമാതിരി നിഴൽ പോലെ തപോവ്രതയാവണം. അതിൽ രണ്ടാമതൊരു പ്രേരണയില്ല. ആ കാഴ്ചയും ആ സഹവാസവും തന്നെയാണ്. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് നാവിന്ദതാർത്തിം പരികർഷിതാപിസ. ഇതൊക്കെ നിങ്ങൾ നല്ല പോലെ കേൾക്കേണ്ടതാ. വളരെ പരികർഷിതയായിരുന്നു ആര്? അർച്ചിസ്. നല്ല ക്ഷീണം, നല്ല വിഷമം, പഴയ കാലം പോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ. അങ്ങനെ പരികർഷിതയാണെങ്കിൽ പോലും ആർത്തിം ന അവിന്ദത, സ്വല്പമെങ്കിലും അതിലൊരു ക്ലേശമോ ഒരു ദുഃഖമോ ഒരു ദുരിതമോ, ഓ ഇങ്ങനെ വന്നൂല്ലോ, രാജധാനി തന്നെയായിരുന്നു മേലെ, നമുക്ക് രണ്ടാൾക്കും കൂടി കുറച്ച് ദിവസം പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ശരീരം നന്നാക്കി തിരിച്ചു പോരുക എന്നിങ്ങനെയൊന്നും പറഞ്ഞില്ല അത്രേ. പരികർഷിതാഭിസ പ്രേയസ്കര സ്പർശനമാന നിർവൃതി. എന്താ കാരണം? ഇടയ്ക്കിടയ്ക്ക് പൃഥുചക്രവർത്തി രണ്ട് അഭിനന്ദന വാക്കുകൾ പറയും. എന്താ അഭിനന്ദന വാക്ക്? ഓ അർച്ചിസേ, വല്ലാതെ ആയിരിക്കുന്നു ശരീരം, നിനക്ക് വിഷമം തോന്നുന്നുണ്ടാവോ എന്ന് പറഞ്ഞ് മുതൂത്ത് തട്ടി ഒന്ന് തലോടുന്നു. അത് മതി അവർക്ക്. സ്ത്രീകൾക്ക് അത് മതി. ആ ഒരു അഭിനന്ദനവും ഒരു സ്നേഹവും ഒരു കൂറും കാണിച്ചാൽ അവർക്ക് ഒരു ജന്മത്തിലെ ക്ഷീണം മുഴുവനും ഠപ്പ് എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞു പോകും. നാവിന്ദത ആർത്തിം പരികർഷിതാഭിസ പ്രേയസ്കര സ്പർശന മാനനിർവൃതി. ഇത് കേൾക്കുന്ന ദമ്പതികളായിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾ നല്ല പോലെ നോക്കൂ. ഭാര്യയോട് നിങ്ങൾ നല്ല വാക്ക് പറയുന്നുണ്ടോയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ പുറത്തേക്ക് പോവും, കുടുംബം മുഴുവൻ ഭരിക്കുന്നത് അവരാ, കുടുംബത്തിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സാണ് അവർ. അപ്പോൾ അവർ എത്ര കഷ്ടപ്പെടണം, എത്ര കുമ്പിടണം, മെഴുകണം, അടിക്കണം, തുടയ്ക്കണം, കഴുകണം, വെക്കണം, വിളമ്പണം, സർവ്വം ജോലിയും അവർക്കാ. പലപ്പോഴും ഒരു സമ്പ്രദായം ഉണ്ടെന്ത്, ഭാര്യയും ഭർത്താവും കൂടി പുറത്തേക്ക് പോകും, എന്നിട്ട് രണ്ടാളും കൂടി തിരിച്ചു വരും. ഒക്കത്തെടുക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുന്നതും അമ്മയാണ്. അച്ഛൻ അതിൽ പങ്കെടുക്കുകയില്ല. അച്ഛൻ്റെ ആ ഷർട്ടും പാൻറ്റും ഒക്കെ ഒന്ന് കേടുവരും, അതുകൊണ്ട് അച്ഛൻ അതിൽ പങ്കെടുക്കാറില്ല. ആ കുട്ടിയെ മേറ്റി എല്ലാ ദിക്കിലും പോയി മടങ്ങി കൊണ്ടുവന്ന് വിശ്രമിച്ച് തിരിച്ചു വന്നാൽ ഉടനെ എന്തു ചെയ്യും? ഭർത്താവ് അവിടുത്തെ സോഫയിൽ അങ്ങോട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് ഭാര്യ കിടന്നകത്തേക്ക് പോയിണ്ടാവില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം താന്ന് അപ്പം പറയും. അപ്പോൾ അവർക്ക് ക്ഷീണമില്ലായിരിക്കുമോ? ഈ വെള്ളം സ്വയം പോയി എടുത്ത് കുടിച്ചാൽ എന്താ?
അത് ചെയ്യില്ല അവർ. ഇവർ മണ്ടന്മാരാണ് ഈ ഭർത്താക്കന്മാർ. രണ്ടുപേരും ഒരുപോലെയാണ് പോയിരിക്കണേ, ഒരുപോലെ ക്ഷീണ. തിരിച്ചു വന്നിട്ട് പറയും വേഗം ഒരു ഗ്ലാസ് കാപ്പിന്ന്. അപ്പോൾ പോയ ആൾക്ക് ക്ഷീണമൊന്നുമില്ലേ? അപ്പം ഇനി ഭാര്യ അതുപോലെ ആയാലോ? അരവും കൂടിയ കിന്നരെന്ന് പറയും. പിന്നെ ആ കുടുംബം ഒന്നിനും കൊള്ളില്ല. പാവം അവർ കേട്ട് അവരുടെ മഹത്വം കൊണ്ട് എല്ലാം സഹിക്കുക. വിഡ്ഢിത്തം കൊണ്ട് സഹിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മഹത്വം കൊണ്ടാണ് സഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, യു എക്സ്ക്യൂസ് ദി അതർ പേഴ്സൺ ഔട്ട് ഓഫ് യുവർ ഗുഡ്നെസ് ഇഫ് നോട്ട് ഗ്രേറ്റ്നെസ് എന്ന് പറയും. അവരുടെ നന്മ കൊണ്ടാണ് അവർ സഹിച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ തേങ്കത്വം കൊണ്ടാണ്, ഒരിക്കലുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നീ ഇത്ര കഷ്ടപ്പെട്ടു ഇല്ലേ, നല്ല ബുദ്ധിമുട്ടായി, നന്നായി, എനിക്ക് വിഷമം തോന്നുന്നു, ഒരു വാക്ക് നിങ്ങൾക്ക് പറയാനെന്താ? ഇതിന് വല്ല ചിലവുണ്ടോ? ഒരു വാക്കേ നേരം പോക്കുമായിട്ട് പറഞ്ഞാലും കൂടി അവരത് വളരെ ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് വായിക്കുമ്പോൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് വരിക, പ്രേയസ്കര സ്പർശനമാന നിർവൃതി. എൻ്റെ ആദ്യത്തെ പുസ്തകം ഭാഗവതത്തിലുള്ള മൂല്യനിർവചനം എഴുതുന്നതിൽ ആദ്യത്തെ പുസ്തകത്തിലാണ് ഈ പൃഥുവിൻ്റെ കഥ വരുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എത്ര വിശേഷപ്പെട്ടതാണ് ആ കഥ എന്ന്. അതീവ ഭർത്തൃ വ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദതാർത്തിം പരികർഷിതാപിസാ പ്രേയസ്കര സ്പർശനമാന നിർവൃതി. ആ ഒരൊറ്റ വാക്ക് കേട്ട് ഒരു തലോടലും കൂടി കിട്ടിയപ്പോൾ അർച്ചിസ് ഇഹലോകവും പരലോകവും മറന്നു. ഇതിലേറെ ആത്മനിർവൃതിയില്ല. ഭർത്താവിന് വളരെ കഷ്ടപ്പെട്ടിട്ട് ആത്മനിർവൃതി കിട്ടുന്നത്. ഭാര്യയ്ക്ക് ആ ഭർത്താവിൻ്റെ ഒരു അഭിനന്ദന വാക്ക് കേട്ടിട്ട് ആ നിർവൃതി കിട്ടിയെന്നാണ് പറയണത്. ആര്? ശ്രീമദ് ഭാഗവതം. ദേഹം വിപന്നാഖില ചേതനാദികം പത്യുഃ പൃഥിവ്യാ ദയിതസ്യ ചാത്മനഃ ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതി ചിതാം അധാരോപയത് അദ്രിസാനുനീ. ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കേണ്ടതാ. എന്താ ഇവിടെ പറയണത്? ദേഹം വിപന്നാഖില ചേതനാദികം. എന്താ പൃഥുവിന് സംഭവിച്ചത്? അവസാനം പ്രാണഹീനനായി അവിടെ വീണു. നോക്കുമ്പോൾ അനങ്ങണില്ല. ആരുടെ? തൻ്റെ ഏറ്റവും പ്രിയതമനായിരിക്കുന്ന ഭർത്താവിൻ്റെ ശരീരമാണ് നിർജീവമായി കിടക്കുന്നത്. ദേഹം വിപന്നാഖില ചേതനാദികം. അഖിലമായ ചേതന മുഴുവനും, കണ്ണിൻ്റെ പോള, മൂക്ക്, എല്ലാ സ്ഥലവും ആ സ്പന്ദനങ്ങളും പൾസേഷനും പൾസും എല്ലാം തന്നെ അവിടെ നിന്നു. പത്യുഹു പൃഥിവ്യാ ദയിതസ്യ ചാത്മനഃ. ഇതാണല്ലോ ഈ കവിഭാഷയുടെ പ്രത്യേകത. മഹർഷിമാർ പ്രത്യേകിച്ചും. ആരാത്? പത്യുഹു പൃഥിവ്യാഹ എന്നാ പറയുന്നത്. രാജാവായിരുന്നുവല്ലോ അദ്ദേഹം. രാജാവ് ഭൂമിയുടെ ഭർത്താവാ, പതിയാണ്. അപ്പം നമ്മുടെ ഭൂമിയുടെ പതിയും ദയിതസ്യ ചാത്മനഃ, എനിക്ക് പ്രിയപ്പെട്ടതായ ദയിതനും. അങ്ങനെ രണ്ട് സ്ഥാനമാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ആര്? വേദവ്യാസ മഹർഷി. ഞാൻ ഈ നോക്കിക്കാണുന്ന ശരീരം, പ്രാണഹീനമായിരിക്കുന്ന ശരീരം ഭൂമിയുടെ മുഴുവനും പതിയായിരുന്നു. എൻ്റെ ദയിതനും എനിക്കിഷ്ടപ്പെട്ടവനും പ്രിയതമനും. അങ്ങനെ പ്രാണഹീനമായി കണ്ട് ആ ലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ, കുറച്ചു നേരം കണ്ണീര് വിട്ടൊന്ന് കരഞ്ഞു. മരണം എന്ന് പറഞ്ഞാൽ അത് കണ്ണീരർഹിക്കുന്നതാണ്. ഒരാൾ മരിച്ച ആളെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിരിക്കില്ല. അപ്പം ചിരിക്കേണ്ട സന്ദർഭത്തിൽ ചിരിക്കുക, സങ്കടപ്പെടേണ്ട സന്ദർഭത്തിൽ സങ്കടപ്പെടുക, മൗനം ദീക്ഷിക്കേണ്ട സമയത്ത് മൗനം ദീക്ഷിക്കുക, 4 വാക്ക് പറയേണ്ട ഇടത്ത് പറയുക, ദേഷ്യപ്പെടണം ശകാരിക്കണം എന്നുള്ള സ്ഥലത്ത് അതും ചെയ്യുക. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭാവപ്രകടനങ്ങളും നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ലാതെ ഇങ്ങനെ മണ്ണുരുട്ടി വെച്ച മാതിരി ഇരിക്കുകയല്ല. നമ്മൾ സ്പന്ദമാനമാവണം, വൈബ്രൻ്റ് ആവണം.